മെലോഡി വീഡിയോ മാത്രമല്ല മറ്റ് ലോക നേതാക്കൾക്കൊപ്പമുള്ള നരേന്ദ്രമോദിയുടെ വീഡിയോകളും വൈറലാകാറുണ്ട്. അത്തരത്തിലൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം ആയിരിക്കുകയാണ്. ആഗോള നയതന്ത്ര വേദികളിൽ ഈ വീഡിയോ സൂചിപ്പിക്കുന്നത് ഭാരതത്തിന്റെ കരുത്ത് എത്രമാത്രമാണെന്നും സ്വാധീനം എത്രത്തോളം കൂടി എന്നും തെളിയിക്കുന്ന അപൂർവമായൊരു മുഹൂർത്തം. അതിനും കൂടി ലോകം സാക്ഷ്യം വഹിക്കുകയാണ്. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടി തന്നെയാണ് വേദി. അതിന്റെ സമാപനത്തിന് പിന്നാലെ എല്ലാ നയതന്ത്ര പ്രോട്ടോക്കോളുകളും കാറ്റിൽ പറത്തി പ്രധാനമന്ത്രി മോദിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നൽകിയ ഒരു യാത്രയപ്പാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാകുന്നത്. ലോക നേതാക്കൾ എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഭാരതത്തിന്റെ സ്വന്തം മാതൃഭാഷയായ ഹിന്ദിയിൽ മാക്രോൺ പ്രധാനമന്ത്രിക്ക് വിടവാങ്ങൽ സന്ദേശം നൽകുന്ന മനോഹരമായ ദൃശ്യമാണ് ഈ വീഡിയോയിലുള്ളത്. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ച പ്രത്യേക വീഡിയോ സന്ദേശത്തിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഹിന്ദിയിൽ സംസാരിച്ചത്. പ്രിയ സുഹൃത്ത് നരേന്ദ്ര, അങ്ങയുടെ ഈ സന്ദർശനത്തിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഫ്രാൻസ് ഭാരത സൗഹൃദം ശാശ്വതമായി നിലനിൽക്കട്ടെ എന്നായിരുന്നു ഹിന്ദിയിൽ മാക്രോണിന്റെ വാക്കുകൾ. കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട്. ഇത്തിരി പ്രയാസപ്പെട്ടിട്ടാണ് എങ്കിലും വളരെ ഹൃദ്യമായി ഹിന്ദി വാചകങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പറഞ്ഞത് ശരിയാണോ എന്ന ഭാവത്തിൽ ഇത് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നു എന്ന് മോദിയെ നോക്കി പുഞ്ചിരിയോടെ മാക്രോൺ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇംഗ്ലീഷിലേക്ക് മാറി അദ്ദേഹം ഭാരതവുമായുള്ള സൗഹൃദത്തിന് നന്ദി പറയുന്നു. ഫ്രാൻസിന് മോദിയോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നു. സന്ദേശത്തിന്റെ ഒടുവിൽ ജയ് ഹിന്ദ് എന്ന് മാക്രോൺ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞത് ഭാരതീയർക്ക് ഇരട്ടി അഭിമാനവുമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം അത് നമ്മൾ പല വിഷയങ്ങളിൽ പല അവസരങ്ങളിൽ ചർച്ചയാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ കാരണം ഈ രണ്ട് ഘടകങ്ങൾ കാരണം വിദേശ മണ്ണിൽ ഭാരതത്തിന്റെ അന്തസ് എത്രത്തോളം ഉയർന്നു എന്നത് നമുക്ക് വീണ്ടും പറയേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഈ സംഭവവും വ്യക്തമാക്കുന്നത്. മുൻകാലങ്ങളിൽ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ കൈകൂപ്പി നിന്നിരുന്ന ഒരു വിദേശ നയമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ആ നയത്തിൽ നിന്നും ഇന്ന് ഭാരതത്തിന്റെ ഭാഷ, ഭാരതത്തിന്റെ സംസ്കാരം, ഇതൊക്കെ ലോക നേതാക്കൾ അവരുടെ സ്വന്തം എന്നുള്ള രീതിയിൽ പെരുമാറുന്ന ഒരു മാറ്റത്തിലേക്ക് രാജ്യം മാറിയെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് നരേന്ദ്രമോദി എന്ന ആ വടവൃക്ഷത്തിന് തന്നെയാണ്. ഫ്രാൻസിലെ നൈസ്, ഏവിയൻ, പാരീസ് എന്നീ നഗരങ്ങളിൽ നടത്തിയ സന്ദർശനവും G7 ഉച്ചകോടിയിലെ പങ്കാളിത്തവും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ആഗോള പങ്കാളിത്തത്തെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധം, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ വൻ വികസന കുതിപ്പിനാണ് ഈ സന്ദർശനം വഴിയൊരുക്കിയത്. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വന്നതോടെ വളരെ സെക്കൻഡ്സിനുള്ളിലാണ് ഇത് ആഗോളതലത്തിൽ തരംഗമായി മാറിയത്. ഭാരതീയ ദേശീയതയും രാജ്യത്തിന്റെ വളർന്നുവരുന്ന ആഗോള ശക്തിയും പ്രകീർത്തിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ പങ്കുവയ്ക്കുന്നത്. വിദേശ രാജ്യ തലവന്മാർ പോലും മോദിയും ഭാരതത്തെയും ഇത്രമേൽ ആദരിക്കുന്നത് കാണുമ്പോൾ അഭിമാനമുണ്ട് എന്നാണ് പലരും പ്രതികരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാസ്.